വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ബാക്ക് എന്ന് പറയണം, കാരണം ഞാൻ ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ല യൂട്യൂബിൽ. അതുകൊണ്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ട് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് എൻ്റെ മൈൻഡിൽ ഞാൻ പ്ലാൻ ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്തൊക്കെയോ കാരണങ്ങളുണ്ട് എനിക്ക് നടക്കുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ തന്നെ എന്നെ ഫോഴ്സ്ഫുള്ളി ഇന്ന് എടുത്തേ പറ്റുള്ളൂ ലോങ് വീഡിയോ എന്ന് പറഞ്ഞാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് എനിക്ക് ഈവനിങ് ഷിഫ്റ്റാണ്, ഞാൻ ക്യാബിലല്ല പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല, നമുക്കൊന്ന് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചതാണ്. അപ്പം ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു 3 മണിയാകുമ്പോഴത്തേനും ഒരു സ്പോട്ടിൽ എത്തണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതനുസരിച്ച് പതുക്കെ എണീറ്റ് റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് ആക്ച്വലി. ഇപ്പം ഭയങ്കര ചൂടാണല്ലോ, അപ്പം ഒരുമാതിരിപ്പെട്ട ഡ്രസ്സൊന്നും നമുക്ക് പറ്റത്തില്ല. എനിക്കാണെങ്കിൽ കോട്ടൺ വേണം, ലൂസായിട്ട് കിടക്കണം, കൈയൊന്നും ടൈറ്റായിട്ടിരിക്കാൻ പാടില്ല. അങ്ങനെ എനിക്ക് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു ഡ്രസ്സ് ഞാൻ തപ്പിപ്പറക്കി എടുത്ത് ഞാൻ 2 എണ്ണം കൊണ്ടാണ് പോയത്. അതിലൊരെണ്ണം ഞാൻ അവസാനം ഫിക്സ് ചെയ്ത് ഇറങ്ങി. പിന്നെ എനിക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മതിയേ. അപ്പം ഞാൻ പിന്നെ വേറെ ഇപ്പം ബാക്കിയുള്ളവരുടെ ഗെറ്റ് റെഡിയൊക്കെ കാണുമ്പോഴത്തേനും ഞാൻ വിചാരിക്കുന്നത് എന്താ എനിക്ക് മാത്രം ഇങ്ങനെ. കാരണം ഞാൻ കണ്ണെഴുതാറില്ല, ഐബ്രോസ് ഒന്നും ഫില്ല് ചെയ്യാറില്ല, വല്ലപ്പോഴും ചെയ്താലായി. ലിപ്സ്റ്റിക് ഇടും, പിന്നെ ടാക്കം പൗഡർ, പിന്നെ മോയ്സ്ചറൈസർ, സൺക്രീം, പെർഫ്യൂം. ഇത്രയാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇത് വെച്ചിട്ട് എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല, ശോകം തന്നെ. അങ്ങനെ പിന്നെ ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ റെഡി ആയിട്ട് ഞാൻ ബസ് കയറി എനിക്കൊരു സ്ഥലത്ത് പോകണം. അവിടെ പോകുമ്പോൾ ചേട്ടൻ എന്നെ പിക്ക് ചെയ്യാൻ വരും. അങ്ങനെയായിരുന്നു. അപ്പോൾ ചേട്ടൻ എപ്പോഴും ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു. ചേട്ടൻ ഈവനിങ് ഷിഫ്റ്റ്, എനിക്ക് മാറി വരും ഷിഫ്റ്റ്. അപ്പോൾ ഞാൻ ഈവനിങ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല, ഉറക്കമൊന്നും സെറ്റ് ആവത്തില്ല. പിന്നെ ഞാൻ ഫ്രൈഡേ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പോവും. നെക്സ്റ്റ് സാറ്റർഡേ ആണല്ലോ, നെക്സ്റ്റ് വർക്കിംഗ് അല്ലല്ലോ, അപ്പം നന്നായിട്ട് കിടന്ന് ഉറങ്ങാം. അങ്ങനെയൊക്കെ. അങ്ങനെ പിന്നെ റെഡി ആയിട്ട് ഇറങ്ങി. നല്ല വെയിലുണ്ടായിരുന്നു. ഈ സമയത്ത് വെയിലത്തൊക്കെ നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, എനിക്ക് വയ്യ, ചിന്തിക്കാൻ കൂടെ വയ്യ, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഞാൻ റെഡിയായി ഇറങ്ങിയപ്പോഴത്തേനും എന്നെ അച്ഛനാണ് കൊണ്ടുവിട്ടത്. നല്ല വെയിലുണ്ടായിരുന്നു. എനിക്ക് 1 കിലോമീറ്റർ ഉള്ളൂ വീട്ടിൽ നിന്ന് അങ്ങോട്ട്. പക്ഷെ എന്നാലും അച്ഛനാണ് എന്നെ കൊണ്ടാക്കിയത്. കാരണം ഇപ്പോഴത്തെ വെയിൽ, അയ്യോ എനിക്ക് വയ്യ. അങ്ങനെ പോയി ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴത്തേനും ആരുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ, ഇപ്പോൾ ഒരു ബസ് പോയതേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് വെയിറ്റ് ചെയ്തപ്പോഴത്തേനും എനിക്ക് ബസ് വന്നു. പിന്നെ ബസ് കയറിയപ്പോഴത്തേനും ഞാൻ ചേട്ടനെ വിളിച്ചായിരുന്നു. അപ്പോൾ ചേട്ടനും എത്താറായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എത്തി ഒരു 5 മിനിറ്റ്സ് ആയപ്പോഴത്തേനും ചേട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടനും യദു ഉണ്ടായിരുന്നു, ഞങ്ങൾ കൊളീഗ്സാണ്. അപ്പം ഞങ്ങൾ പിന്നെ നേരെ ഓഫീസിലോട്ട് പോയി. അപ്പം ഞാൻ ടെക്നോപാർക്കാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്താൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ എത്തുമല്ലോ, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേനും ചേട്ടനൊരു കോൾ വന്നു ഓഫീസിൽ നിന്ന്. പിന്നെ അത് ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം പിന്നെ റോഡിൽ വണ്ടി നിർത്തി ഞങ്ങൾ ഗൂഗിൾ മീറ്റ് വഴി ആ ഇഷ്യൂ ഒക്കെ റിസോൾവ് ചെയ്തിട്ടാണ് പോയത്. അങ്ങനെ പിന്നെ വിശക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ചെറുതായിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവിടുത്തെ മലബാർ ബൈറ്റ്സിൽ കയറി. അവിടെ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ട് ഇതൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് അറിയാണ്ട് നമുക്കൊരു വിശപ്പങ്ങ് വരും. ഞാൻ അവിടെ നിന്ന് പോക്കറ്റ് ഷവർമ കഴിച്ചു. പിന്നെ ഒരു ഗ്രേപ്പ് ലൈം വിത്തൗട്ട് ഷുഗറും, ഹെൽത്തി. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പാർക്കിനകത്ത് കയറി. പാർക്കിൽ നമുക്ക് കയറണമെങ്കിൽ ID കാർഡ് ആക്സസ് ചെയ്യണം. ആക്സസ് ചെയ്യണമെന്നല്ല, ID കാർഡ് കാണിച്ചാൽ മാത്രമേ നമ്മളെ അകത്തോട്ട് കയറ്റി വിടുള്ളൂ. അങ്ങനെ ആക്സസ് ഒക്കെ കാണിച്ച് അകത്തോട്ട് കയറി. അപ്പം നമ്മൾ പാർക്കിങ്ങിൽ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഭയങ്കര കുണ്ടും കുഴിയും, പിന്നെ മഴയൊക്കെ പെയ്ത് അങ്ങനെ കിടക്കുക. അതുപോലെ പാർക്കിങ്ങിന് സ്പേസും കുറവാണ്, പിന്നെ ഭയങ്കര കുഴിയാണ് ഇപ്പോൾ അവിടെ. അതുപോലെ തൊട്ടപ്പുറത്ത് ഒരു അഗാധ ഗർത്തമുണ്ട്, മണ്ണിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് അങ്ങനെയാണ് ഇപ്പോൾ ടെക്നോപാർക്കിൻ്റെ അവസ്ഥ. അപ്പം പാർക്ക് ചെയ്തിട്ട് ഇത് നമ്മുടെ -4 ഇവിടെയാണ് പാർക്കിംഗ് സ്ലോട്ട് വരുന്നത്. പക്ഷേ ഇവിടെ ഓഫീസസ് ഉണ്ട്. അങ്ങനെ അവിടെ നമ്മൾ കയറി. തേജസ്വിനി ബിൽഡിങ്ങിൽ 5th ഫ്ലോറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി. പിന്നെ ഞങ്ങൾ വർക്കിന് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അകത്ത് ഫോൺ ആക്സസ് ഇല്ല. ഫോൺ ആക്സസ് ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ക്യാമറ ആക്സസ് ഇല്ല. ഭയങ്കര സീനാണ്. ക്യാമറയൊക്കെ സ്റ്റിക്കർ ചെയ്തിട്ടാണ് നമ്മൾ അകത്ത് കയറുന്നത്. പിന്നെ ചോദിക്കാൻ വേണമെങ്കിൽ അകത്ത് കയറിയിട്ട് സ്റ്റിക്കർ വേണമെങ്കിൽ കളഞ്ഞുവിടണം. പക്ഷെ അങ്ങനെ ആരും ചെയ്യില്ല കേട്ടോ. നമ്മളെ പണി പോകുന്ന പരിപാടി ആരെങ്കിലും ചെയ്യുമോ? പിന്നെ നമുക്കെന്തിനാണ് ഇപ്പം അകത്ത് ക്യാമറ എടുത്തിട്ട് അതിൻ്റെ ആവശ്യമില്ല. വർക്കിന് കയറി. പിന്നെ ഇറങ്ങുന്നത് ഇന്ന് 2 പേർക്ക് സെൻഡ് ഓഫ് ഉണ്ട്. രണ്ട് ഗ്യാങ്ങാണ്. അപ്പം അതിൽ ഒരു ഗ്യാങ്ങിന് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പം ഞങ്ങൾ ബാൽക്കണിയിൽ പോയിട്ട് എപ്പോഴും കേക്ക് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ബാൽക്കണിയിൽ പോയി കേക്ക് കട്ട് ചെയ്തു. 2 കേക്ക് ഉണ്ടായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, buy 1 get 1 ഫ്രീ ആയതുകൊണ്ട് 2 കേക്ക്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത്. സങ്കടമില്ല അവൻ പോകുന്നതിൽ, കാരണം അവൻ പോയി രക്ഷപ്പെടട്ടെ. അങ്ങനെയല്ല, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് അവനുണ്ട്. അതുകൊണ്ട് അവൻ അങ്ങനെ പോട്ടെ, നല്ല ഇതിലെത്തട്ടെ എന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നെ മിസ് ചെയ്യും, കാരണം അവനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചടി നടക്കുന്ന ഒരു ടൈപ്പാണ്. അത് പിന്നെ ഇപ്പം നമുക്ക് ശീലമായി. ഇങ്ങനെ എല്ലാവരും പോകുന്നു, എല്ലാവരും ലൈക്ക് അവരവരുടെ ഫ്യൂച്ചർ നോക്കിയിട്ട് എല്ലാവരും പോവുകയാണല്ലോ. അപ്പോൾ അത് നമുക്ക് ഇപ്പം യൂസ് ടു ആയി ആക്ച്വലി ഞങ്ങൾ. അപ്പോൾ ആ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഓഫീസിൽ പോയി വീണ്ടും വർക്ക് ചെയ്തിട്ട് ഒരു 8:30 ആയപ്പോഴത്തേനും എൻ്റെ കൂടെ ഉള്ളവരുടെ ഷിഫ്റ്റ് 9:30 കഴിയും. അപ്പോൾ ഒരു 8:30 ഒക്കെ ആയ സമയത്ത് ഞങ്ങൾ അടുത്ത സെൻഡ് ഓഫ് പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ പോയി. വേറെ ഒന്നുമില്ല, 70 പോയി ഫുഡ് കഴിച്ചിട്ട് അവിടെ ഒരു ഷോപ്പുണ്ട്, സമുദ്ര എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ ബർഗർ കിട്ടില്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് ഹെൽത്തി അല്ലാത്തതുകൊണ്ട് അങ്ങനെ മേടിക്കാറില്ല. പക്ഷെ അവിടെ അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ.
അങ്ങനെ പിന്നെ സമുദ്രത്തിൽ നിന്ന് തന്നെ നമ്മൾ കഴിക്കാനുള്ള ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് ഇറങ്ങി. അവരെല്ലാവരും വീട്ടിൽ പോയി, ഞാൻ വീണ്ടും പണിയെടുക്കാൻ കയറി. പിന്നെ 1:30 ഞാൻ ഇറങ്ങി. അപ്പോൾ ഒന്നും വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുത്തില്ല, കാരണം ഉറക്കത്തിൻ്റെ അഗാധ ഗർദ്ദങ്ങളിലേക്ക് ഞാൻ വീണുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ ഈ വ്ളോഗ് ആക്ച്വലി ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഈസ്, ബട്ട് എന്തോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യം ചെയ്തതുപോലെ എനിക്ക് തോന്നി. എനിക്ക് മറ്റേ അഹാന കൃഷ്ണയുടെ വീഡിയോ ഒക്കെ പോലെ ഇങ്ങനെ ഈ എഫക്റ്റ് വരുന്നു, ഈ എഫക്റ്റ് വരുന്നു, അങ്ങനെ തുള്ളി വരുന്നു, ചാടി വരുന്നു, സൗണ്ട് എഫക്ട്സ്, ഇതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് എനിക്ക് അതിനുള്ള ക്ഷമയില്ല, ആൻഡ് ഐ എം നോട്ട് ദാറ്റ് മച്ച് എസ്തെറ്റിക്. അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ എൻ്റെ ഈ ചിലവിൽ സംസാരമെങ്കിലും. അപ്പോൾ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ഈ വ്ളോഗ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുമോ. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.